കൊള്ളക്കാര് കാണാതെ പൈലറ്റിന്റെ അടുത്ത് എത്താൻ വേറെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് പറയൂ മാഡം, വേഗം പറയൂ. അതെ, മുകളിലൊരു വഴിയുണ്ട് പൈലറ്റിന്റെ അടുത്തേക്ക് ചെല്ലാൻ. എന്ത് മുകളിലോ? ഫ്ലൈറ്റിന്റെ മുകളിൽ കൂടിയോ? അല്ലല്ല, മുകളിലത്തെ തട്ടും താഴത്തെ തട്ടിന്റെ ഇടയില് വയറുകൾ പോകുന്ന ഒരു ഗ്യാപ്പ് സ്ഥലമുണ്ട്. നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിൽ കൂടെ പോവാം. ആ ചെറുക്കൻ എവിടെ പോയി? വേഗം അന്വേഷിക്കേ. ആ ചെറുക്കന്റെ തല്ല എന്തൊരു തല്ലായിരുന്നു. എന്റെ എല്ലാം തകർന്നു പോയെന്ന് തോന്നുന്നു. എന്റെ കേക്കിന്റെ ഫ്ലേവർ പറഞ്ഞാ തല്ലിയത്. ഹലോ ഷെരാങ്കിൾ, നിങ്ങളുടെ കൂട്ടുകാരെയൊക്കെ പിടിച്ചിട്ടുണ്ട്. എന്റെ വള്ളി പിടിച്ചിട്ടുണ്ടോന്നാ? ആരോട് പിടിച്ചേ? കമാൻഡോസ് വന്നാ? അല്ല, ഒരു ചെറിയ കുട്ടിയാണ് അവരൊക്കെ ഇടിക്കുന്നത്. ഒരു കുട്ടിയാ? ഒരു കുട്ടി എങ്ങനെയാണ് അടിക്കണേ? ഇത്രയും വലിയ തടിമാടന്മാര്. ദാ ഇങ്ങനെ. അയ്യോ അയ്യോ അടിയാ. അടിച്ചിട്ട് കിട്ടും. അവിടെ നില്ലടാ. അങ്കിൾ, നിങ്ങൾ തന്നെ വരൂ. എന്തിനാ മറ്റുള്ളവരെ പറഞ്ഞയച്ച് ഇടിപെടിപ്പിക്കുന്നേ? ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങുകയാണ് നിങ്ങൾ രണ്ടാളും. ചെല്ല്. അങ്കിൾ, ഒന്ന് വരൂന്നേ. ശിവ, എന്റെ വല്ല ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞേക്ക്. ഒരുപാട് പരിക്ക് പറ്റിയല്ലോ അങ്കിൾ. വന്ന് ഇവിടെ ഇരുന്നോ, എന്നിട്ട് ബെൽറ്റും ഇട്ടിരിക്ക്. അപ്പൊ ആളുകൾ വിചാരിക്കും പാസഞ്ചർ ആണെന്ന്. അങ്കിൾ, ആന്റി, ദേ ഒരാൾ ഇവിടെ ഉണ്ട്. ഇയാൾക്ക് ഇനി എണീക്കാൻ പറ്റില്ല. ബെൽറ്റ് ഇട്ട് വെച്ചിരിക്കുക. ആരും നിന്ന സ്ഥലത്ത് നനങ്ങരുത്, ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും, പറഞ്ഞേക്കാം. ഹലോ സർ, ആ ഗൺ എനിക്ക് തന്നേക്കൂ. അപ്പൊ നിങ്ങൾ ഇവരെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളാണല്ലേ? അപ്പൊ നിങ്ങൾ ആർക്കും ഫോൺ ചെയ്തിട്ടില്ല, ഒരു കമന്റേയും വരാൻ പോകുന്നില്ല. അതെ, ഇവരൊക്കെ എന്റെ സഹപ്രവർത്തകരാണ്. ഞാനാണ് ഇവരെ ഇവിടം വരെ എത്തിച്ചത്. പിന്നെ കമാൻഡോയുടെ ആവശ്യം എന്താ? അതിന് നീയുണ്ടല്ലോ. ഒരു വൺ മാൻ ആർമിയായിട്ട് നിന്റെ കളി അവസാനിച്ചിരിക്കുന്നു കുട്ടി. ശിവയെ ഒരിക്കലും കുട്ടിയെന്ന് വിളിക്കരുത് ആന്റി. നിനക്ക് ഇത്ര സാമർത്ഥ്യോ? ഞങ്ങള് ശിവയുടെ കൂട്ടുകാരാണ്. അപ്പൊ ശിവയുടെ കൂട്ടുകാർക്ക് എന്നും സാമർത്ഥ്യം തന്നെ കാണുള്ളൂ. അവിടെ തന്നെ നിക്കേ. ഒരാള് പോലും മാനിങ്ങി പോകരുത്. എന്റെ ഉന്നം ഒരിക്കലും തെറ്റാറില്ലട്ടോ. ഒരു ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിലുണ്ടല്ലോ ഉന്നമാർക്കാണെന്നുള്ളൊരു മത്സരം വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രാമത്തിലെ കാര്യമൊക്കെ പിന്നെ സംസാരിച്ചു.
ഗ്രാമത്തിലെ കാര്യം കേൾക്കാൻ നമുക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. ഈ റിവോൾവർ ഫുൾ അല്ലേ, അതെന്റെ കയ്യിലേക്ക് തന്നോളൂ. എന്നിട്ട് നമുക്ക് ഗ്രാമത്തിലെ വർത്താനം ഇഷ്ടം പോലെ പറയാം. എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് അറിയോ? ഒരു ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിലെ കൊള്ളക്കാര് വന്നിരുന്നു. അവര് നിന്റെ പുറത്തേക്ക് ഇങ്ങനെ തോക്ക് ചൂണ്ടി അല്ലേ? ഇനി നിന്റെ മുന്നോട്ടുള്ള കഥ ഞാൻ പറയാം. കള്ളത്തരം അടിച്ചാൽ ഇതായിരിക്കും ഫലം. അങ്കിൾ സോറി, ഞാൻ നിങ്ങളെ അറിയാതെ കടിച്ചു പോയി. സോറി അങ്കിൾ. അല്ല, എവിടെയാ കടിച്ചേ? കയ്യില്. എൻ്റെ അമ്മേ. പിടിച്ചോ. അപ്പൊ നീയാണ് ഹൈജാക്കേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്ക് എവിടുന്ന് ധൈര്യം കിട്ടി? നല്ലോണം ഇടിച്ച് ചമ്മന്തിയാക്ക്. ഞാൻ കുഴിച്ചൊക്കെ വീണ് താൻ തന്നെ വീണതുപോലെ. മേടിച്ചോ? നന്നായല്ലേ മുത്തശ്ശി? ഗുണ്ട രക്ഷപ്പെടുന്നു, പോയി പിടിക്കവന്. ഞങ്ങളെ രക്ഷിക്കണോ. സർ, പ്ലെയിൻ സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യൂ. ഞാൻ അവരെ പോയി രക്ഷിക്കാം. ശിവ, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ഒരു എമർജൻസി വന്നതുകൊണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് പ്ലെയിൻ വേദ എയർപോർട്ടിൽ അടിയന്തരമായി ഇറക്കുന്നു. ക്ഷമിക്കുക. ഇതൊരു കുട്ടിയാണോ അതോ ചെകുത്താനോ ഒന്നും മനസ്സിലാവണില്ല. പെട്ടെന്ന് ജീപ്പ് എടുത്തോണ്ട് വാ. നമ്മുടെ കൂട്ടുകാരെ രക്ഷപ്പെടുത്താൻ പ്ലാൻ ബി ഉപയോഗിക്കണം, കേട്ടോടെ. പെട്ടെന്ന് വേഗം വേഗം നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെടണം. ആ കുട്ടി എന്റെ പുറകെയുണ്ട്. എന്ത് പറ്റി ബോസേ? എന്തിനാ ഒരു കുട്ടിയെ പേടിക്കുന്നത്? എനിക്കറിയാമല്ല, അതൊരു കുട്ടിയല്ല, കൊടുങ്കാറ്റാണ്, കൊടുങ്കാറ്റ്. ആ വേഗം പോ. ലഡു സിംഗ് സാറേ, ഞാൻ ആ ഹൈജാക്കാരുടെ പുറകെ പോവാണ്. എത്രയും പെട്ടെന്ന് വേദ എയർപോർട്ടിലേക്ക് വരൂ. ഓക്കെ ശിവ. ജീപ്പ് ഓടിക്ക്, നിർത്തണ്ട. ആ കുട്ടിയുടെ പുറത്തേക്ക് വണ്ടി കയറ്റി കൊല്ലവനെ. പൊതിനെ തല്ലി ഇടതു വലതും അവൻ എന്നെ. അങ്കിൾ, എന്നും നിങ്ങൾ എവിടേക്കും ഓടിപ്പോവില്ല. ഇനി അങ്ങനൊന്നും നിർത്തു കുട്ടിയെ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. പേരെന്റെ ഷേറാന്നാണ്, എന്റെ ശിവ. വെളിച്ചത്തിൽ ഇരുട്ടുണ്ടാക്കുകയാണ് ഞാൻ ചെയ്യണത്. പക്ഷെ നീ എന്റെ ജീവിതത്തിന് ഫുൾ ഇരുട്ടാക്കിയില്ലേ. ലഡ്ഡു സിംഗ് എന്ന എന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്, അറിയോ നിനക്ക്? ലഡ്ഡു സിംഗ് ഒരു ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് തന്നെ എത്തിയിരിക്കും. അതാണ് ഈ ലഡ്ഡു സിംഗിന്റെ ഒരു മിടുക്ക്. താങ്ക് യു ശിവ, താങ്ക് യു വെരി മച്ച്.
Three cheers for Shiva. ഹിപ് ഹിപ് ഹൂറേ, ഹിപ് ഹിപ് ഹൂറേ.